ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായത് ആണ്. ദൈവം തന്നെ മക്കളോട് വാഗ്ദാനം ചെയ്തു. 1 കൊരിന്തി 10:13 നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് അവൻ അങ്ങനെ എല്ലാ പരിശോധനകളിലും പരീക്ഷകളിലും അവൻ ഒരു പോക്കുവഴി ഒരുക്കും. അങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും. ഒന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് പരീക്ഷകളും ശോധനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അത് ഇതുപോലെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾ എന്തിനോടെങ്കിലും എതിർക്കുമ്പോഴേ അത് ശക്തമാവുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള മസിലുകൾ വളരുന്നതും ശക്തി പ്രാപിക്കുന്നതും എന്തിനോടെങ്കിലും എതിർക്കുമ്പോഴാണ്. ആളുകളെ വെയിറ്റ് പൊക്കുന്നു, ഓടുമ്പം, അല്ലെങ്കിൽ അവർ വലിയുന്ന ഒരു സ്പ്രിങ് ഉപയോഗിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും. എന്നാൽ എപ്പോഴും അതിൻ്റെ തത്വം, നിങ്ങളുടെ പേശികൾ എന്തിനെയെങ്കിലും എതിർക്കുമ്പം അതിൻ്റെ ഫലം നിങ്ങളുടെ പേശികൾ ശക്തമാകും. നിങ്ങളുടെ പേശികളെ ഇങ്ങനെ എതിർക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തരാകാൻ കഴിയില്ല. നിങ്ങൾക്ക് ദുർമേധസ് ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്നതിലൂടെ മാത്രം ഒരു വ്യക്തി ശക്തനാകുകയില്ല. അവൻ തടിച്ച ഒരാളായി മാറും. ഒരു തടിയുള്ള മനുഷ്യനും ശക്തനായ മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് ആത്മീയമായി നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ദൈവവചനത്തിൻ്റെ അറിവ് നിങ്ങളെ ആത്മീയമായിട്ടൊരു തടിയനാക്കും. തടി ഇല്ലാത്തവരെക്കാൾ ബലഹീനരാണ് തടിയുള്ളവർ. വളരെ ദൈവവചനത്തിൻ്റെ അറിവുള്ളവർ പലപ്പോഴും വളരെ ബലഹീനരായി കാണുന്നു. അവർ കോപിക്കുന്നു, അവരുടെ കണ്ണുകൊണ്ട് അവർ മോഹിക്കുന്നു. ഈ ദൈവവചനത്തിൻ്റെ അറിവെല്ലാം ഉണ്ടായിരിക്കെ അവർ പല പാപങ്ങൾ ചെയ്യുന്നു. അവർ ശക്തരാണോ? ഒരിക്കലും അല്ല. അത് കൊഴുപ്പാണ്. ദൈവം പരീക്ഷകളും ശോധനകളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അതിൽ കൂടി നമ്മളെ ശക്തരാക്കാനാണ്. അതുപോലെ അവൻ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മേതെ നമ്മളെ പരീക്ഷിക്കില്ലെന്ന്. അത് മനോഹരമായ ഒരു വാഗ്ദാനമാണ്. അതിൻ്റെ അർത്ഥം, എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതരം പരീക്ഷ വരുന്നു, എനിക്ക് എന്നോട് തന്നെ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, ഓ എനിക്കിത് സഹിക്കാൻ കഴിയത്തില്ല. അല്ല, ഒന്നും എനിക്ക് കൂടുതലല്ല. അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. ദൈവം ഒരു സ്കൂൾ ടീച്ചറേക്കാൾ ബുദ്ധിയില്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടെന്ന്? ഒരു വിദ്യാർത്ഥി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെങ്കിൽ അവൻ്റെ ക്ലാസ് ടീച്ചർ അവന് ഒരിക്കലും കൊടുക്കില്ല 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കത്തില്ല. ഒരിക്കലുമില്ല. ആ സ്കൂൾ ടീച്ചറിന് ഈ ജ്ഞാനമുണ്ട്, ആ കുഞ്ഞിന് 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കേണ്ടതെന്ന്. കാരണം ആ സ്കൂൾ ടീച്ചറിന് വ്യക്തമായിട്ടറിയാം ഈ കുഞ്ഞിന് ഈ 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയില്ലെന്ന്. പരീക്ഷയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവം നിങ്ങളെ 7ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായിട്ട് അനുവദിക്കുകയില്ല. അങ്ങനെ അതുകൊണ്ട് നിങ്ങളൊരു പരീക്ഷ സഹിക്കുന്ന സമയത്ത് ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് നിങ്ങൾ പറയുമ്പം നിങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു സ്കൂൾ ടീച്ചറിനേക്കാൾ ദൈവത്തിന് ജ്ഞാനം കുറവാണെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിശാചാണ് നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം നിങ്ങളങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ തോറ്റു. തോക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് കൂടുതലാണെന്ന് പറയുന്നതിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പരീക്ഷയും നിങ്ങൾക്ക് കൂടുതലല്ല.
നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ ദൈവം തീരുമാനിക്കും എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന്. നിങ്ങളുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു ചോദ്യപേപ്പർ മാത്രമേ അവൻ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. ഇതെനിക്കൊരു വലിയ ധൈര്യമാണ്. ഉദാഹരണത്തിന്, നാളെ പിശാച് ഒരു വലിയ ടെംപ്റ്റേഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു കരുതുക. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ഒരു വലിയ പരീക്ഷയാണത്. എന്നാൽ പിശാചിന് അതിനുവേണ്ടി ദൈവത്തിൻ്റെ അനുവാദം വേണം. എൻ്റെ ജീവിതത്തിൽ ആ പരീക്ഷ അയക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവത്തോട് ചോദിക്കും, എനിക്ക് സാക്കിൻ്റെ ജീവിതത്തിൽ പരീക്ഷ അയക്കാമോ? ദൈവം പറയും, ഇല്ല, ഞാനതിന് നിന്നെ അനുവദിക്കില്ല. കാരണം അത് നേരിടാനുള്ള ശക്തി അവനില്ല. എന്നാൽ ഒരു മാസത്തിന് ശേഷം പിശാച് ചോദിക്കും, എനിക്ക് ഇപ്പോൾ അയക്കാമോ? ദൈവം പറയും, ഇല്ല, അവൻ ഇപ്പോഴും അതിനുവേണ്ടി പാകപ്പെട്ടിട്ടില്ല. ഒരു കൊല്ലത്തിന് ശേഷം ദൈവം പറഞ്ഞെന്ന് വരും, ഓക്കെ, ഇപ്പോൾ നിനക്ക് സാക്കിനെ പരീക്ഷിക്കാം. ഒരു കൊല്ലമായിട്ട് അവൻ ഒരുക്കപ്പെട്ടു. ഇപ്പോൾ അവൻ അതിനെ പരീക്ഷിക്കാൻ നേരിടാൻ കഴിയും. ഇപ്പോൾ അവൻ അതിനെ നേരിടുവാൻ ശക്തനാണ്. അപ്പോഴേ ഞാൻ പരീക്ഷിക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് ജയിക്കാൻ കഴിയും. അത് ഇതുപോലെയാണ്. ഞാൻ 7ാം ക്ലാസ്സിലെത്തുമ്പം 7ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ എനിക്ക് ലഭിക്കും. 5ാം ക്ലാസ് വെച്ച് എനിക്ക് കിട്ടത്തില്ല. ഇതറിയുന്നത് എനിക്കൊരു വലിയ ആശ്വാസമാണ്. ഇതെൻ്റെ ജീവിതം മുഴുവനും സത്യമാണ്. യേശുക്രിസ്തു മടങ്ങി വരുന്നവരെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എനിക്ക് കഴിയാത്ത ഒരു ചോദ്യപേപ്പർ എനിക്ക് ഒരിക്കലും കിട്ടുകയില്ല. അതിനർത്ഥം ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളും എനിക്ക് ജയിക്കാനായിട്ട് കഴിയും. കാരണം അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കില്ല. കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ട്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും അവർ അധ്വാനിക്കുന്നു. അവർക്ക് 100% എല്ലാ വർഷവും കിട്ടുന്നു. എന്നാൽ നിങ്ങൾ അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവൻ കൊടുക്കുന്നെങ്കിൽ അവന് 100% കിട്ടത്തില്ല. അവന് 25%-ഓ 30%-ഓ കിട്ടത്തുള്ളൂ. നമ്മളെക്കൊണ്ട് ഇത് സാധ്യമാണ്, പാപത്തിന്മേൽ ജയമുള്ളവരായിട്ട് ജീവിക്കാൻ. എല്ലായ്പ്പോഴും 1 കൊരിന്ത്യർ 10:13 പറയുന്ന ഈ ഒരു വാഗ്ദാനം നിമിത്തം നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ ദൈവം നിങ്ങളെ പരീക്ഷിക്കില്ല എന്നുള്ള വാഗ്ദാനം. നിങ്ങളത് വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നില്ല ദൈവം വിശ്വസ്തനാണെന്ന്. 1 കൊരിന്ത്യർ 10:13 അതാണ് പറയുന്നത്. ദൈവം വിശ്വസ്തൻ ആണ്. അവൻ്റെ വാഗ്ദാനം, അവൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അവൻ നിങ്ങളെ പരീക്ഷിക്കില്ല എന്നുള്ള കാര്യം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു മാനസാന്തരവും വിശ്വാസവും നമുക്ക് വേണ്ടിയ 2 കാര്യങ്ങളാണ്. വേദപുസ്തകം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട്. യേശുക്രിസ്തു മാനസാന്തരത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറഞ്ഞു. പത്രോസും അത് തന്നെ പ്രസംഗിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഇത് രണ്ടും അപ്പോസ്തല പ്രവൃത്തി 20 ഒരുമിച്ച് കൊണ്ടുവന്നു. എഫെസസിലുള്ള മൂപ്പന്മാരോട് സംസാരിക്കാൻ അവൻ പറയാണ്, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഞാൻ എന്താണ് നിങ്ങളോട് ഈ കഴിഞ്ഞ 3 കൊല്ലം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തിലേക്കുള്ള 21-ാം വാക്യം, മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുവിലേക്ക് മനം തിരിഞ്ഞു വരണമെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നും. ഈ 2 കാര്യങ്ങളാണ് ദൈവം ഒരുമിച്ച് ചേർത്തത്, മാനസാന്തരവും വിശ്വാസവും. ദൈവവചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിച്ചുകൂടാ. 2 ഹൈഡ്രജൻ്റെ കണികകളെ നിങ്ങൾ ഓക്സിജൻ്റെ ഒരു ആറ്റവുമായിട്ട് സംയോജിപ്പിക്കാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നു. നിങ്ങൾ വേർതിരിച്ചാൽ അത് വെള്ളമല്ലാതായിത്തീരും. നിങ്ങൾ സോഡിയത്തിൻ്റെ കണികയും ക്ലോറിൻ്റെ കണികയും ഒരുമിച്ച് ചേർത്താൽ നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ് കിട്ടും. നിങ്ങളതിനെ വേർതിരിച്ചാൽ അത് ഉപ്പല്ലാതായി മാറും. അത് സോഡിയവും ക്ലോറൈഡുമാകും. മാനസാന്തരവും വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടുള്ള ശരിയായ പ്രതികരണം അത് മാത്രമാണ്. നിങ്ങളതിനെ വേർതിരിച്ചാൽ അതൊരിക്കലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടുള്ള ശരിയായ പ്രതികരണമായിരിക്കില്ല. സുവിശേഷത്തിൽ കൂടി ഉണ്ടാകേണ്ട ഫലം ആയിരിക്കില്ല അത് ഉണ്ടാക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നടക്കുന്ന അനേക പ്രസംഗങ്ങളും ഊന്നി പറയുന്നത് വിശ്വാസത്തെക്കുറിച്ച് മാത്രമാണ്. ഇങ്ങനെ പറയുന്നത് പോലെ
വെള്ളവും ഓക്സിജനും വേണം. ഞങ്ങൾക്ക് ഓക്സിജൻ ശരി. എന്നാൽ നിങ്ങൾക്ക് ഹൈഡ്രജനും വേണം. നിങ്ങൾക്ക് ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും. അപ്പോഴേ നിങ്ങൾക്ക് വെള്ളം കിട്ടൂ. നിങ്ങൾ ഓക്സിജനെ മാത്രമാണ് ഊന്നി പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജനെ കിട്ടും, വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തെ മാത്രം നിങ്ങൾ ഊന്നി പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു ഫലം ലഭിക്കത്തില്ല. സുവിശേഷത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. സുവിശേഷം പറയുന്ന ഇതാണ് ഇന്നത്തെ ദുരന്തം. ഇന്നത്തെ ക്രിസ്തീയ കോളത്തിൽ ഒത്തിരി ആളുകൾ സുവിശേഷം പറയുന്ന ആ മനോഹരമായ കാര്യങ്ങൾ അനുഭവിക്കുന്നവരല്ല. ദൈവവചനത്തിൻ്റെ മുൻഗണനകളെ കാരണം ദൈവം യോജിപ്പിച്ചതിനെ പ്രസംഗകരെ വേർതിരിച്ചു. മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ല. കാരണം അത് പാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആളുകൾ വിശ്വാസത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. അത് ആളുകൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു. മാനസാന്തര ഉത്സാഹമില്ലാത്ത കാര്യം പോലെ പ്രസംഗിക്കുന്നവർ ഉത്സാഹം വരുന്നത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവും ആവശ്യമാണ്. ഇതുപോലെ വൈദ്യുതി പോലെ അവിടെ പോസിറ്റീവ് മാത്രം പോരാ. വൈദ്യുതി പ്രവഹിക്കാനായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവും വേണം. നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രം പോരാ. അങ്ങനെ കറണ്ട് ഒഴുകത്തില്ല. ഇതുപോലെ തന്നെയാണ് മാനസാന്തരം നെഗറ്റീവാണ്, പാപം വിട്ടൊഴിയുക. വിശ്വാസം പോസിറ്റീവാണ്, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. ഇത് രണ്ടും നമുക്കില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഒത്തിരി ക്രിസ്ത്യാനികൾ സുവിശേഷത്തിൻ്റെ ശരിയായ ഒരു അനുഭവം ഇല്ലാത്തവരാണ്. മിക്ക ക്രിസ്ത്യാനികളുടെയും ക്രിസ്തീയ ജീവിതം സംതൃപ്തമല്ലാതിരിക്കുന്ന ഇതുകൊണ്ടാണ്. സത്യസന്ധമായി അവർ പറഞ്ഞാൽ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർ സന്തുഷ്ടരല്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? കാരണം അവർക്ക് കിട്ടിയത് പൂർണ്ണത ഇല്ലാത്ത ഒരു സന്ദേശമാണ്. അവരെ പഠിപ്പിച്ചത് മാനസാന്തരമില്ലാത്തൊരു വിശ്വാസമാണ്. മാനസാന്തരം ആണ് ആദ്യത്തെ ചുവട് വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ്. മാനസാന്തരം ദൈവമല്ലാത്ത എല്ലാത്തിൽ നിന്നും തിരിയുന്നതാണ്, ദൈവത്തിലേക്ക് തന്നെ. അതിൻ്റെ ഏറ്റവും നല്ല നിർവചനം കാണുന്നത് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു 10-ാം വാക്യത്തിൽ, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക്. അവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, വിഗ്രഹങ്ങളെ വിട്ട്. എന്താണ് വിഗ്രഹം? വിഗ്രഹത്തിൻ്റെ യഥാർത്ഥ നിർവചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനുണ്ടായിരിക്കേണ്ട സ്ഥാനം എടുക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെയാണ്. കല്ലിലോ മണ്ണിലോ ഉള്ള ഒരു വസ്തുവല്ല, അത് പുറമേ ഉള്ള വിഗ്രഹങ്ങളാണ്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും, അതുപോലെ തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും കഴിയും. പുറത്തുള്ള ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും. താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങൾ അത് വിട്ടുകളയുക വളരെ പ്രയാസമാണ്. പഴയ നിയമത്തിലെ ഒരു വാക്യമുണ്ട്. അവിടെ കർത്താവ് പറയുന്നു, ഇസ്രായേൽ മക്കളോട് തൻ്റെ ഒരു പ്രവാചകനിലൂടെ പറയുകയാണ്, ഈ ജനം, ഇത് എസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിലാണ്. എസെക്കിയേൽ ഒരു പ്രവാചകനായിരുന്നു. ബാബിലോണിലുള്ള പിന്മാറ്റത്തിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർ ബാബിലോണിലേക്ക് പോയത് അവരുടെ പാപം കാരണമായിരുന്നു. ദൈവം എസെക്കിയേലിനോട് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്ര കേൾക്കുക. എസ്കേൽ 14:3. ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ സ്മരിച്ച് അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുമോ? തങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്ന ഇവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുമോ? അതുകൊണ്ട് വിഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് കാണുന്ന ഒരു കാര്യമല്ല. അവൻ പിന്നെയും പറയുന്നു, നീ അവരോട് പറയേണ്ടത് 14:4 ഏതെങ്കിലും മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനുശേഷം പ്രവാചകൻ്റെ അടുത്ത് ചോദിക്കുന്നു, എന്തെങ്കിലും ദൈവത്തോട് ചോദിച്ചാൽ
അവൻ്റെ വിഗ്രഹത്തിൻ്റെ ബാഹുല്യത്തിനൊത്തവണ്ണം ഞാൻ അവനോട് ഉത്തരവാറുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ ഒത്തിരി വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും അത് സത്യമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന എന്തെങ്കിലും ഒരു പക്ഷേ അത് നിങ്ങളുടെ ബിസിനസ്സാകാം, അത് നിങ്ങളുടെ വീടാകാം, അതൊരു പക്ഷേ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് ആകാം. ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന ഏതെങ്കിലും അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്നത്? എന്താണ് നിങ്ങൾ ഏറ്റവും അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്? നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതൊരു ഓഫീസാകാം, ഒരു ഫാക്ടറി ആകാം, നിങ്ങളവിടെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിത സന്താനത്തിന്. ശരി, നമുക്കത് വിടാം. സ്കൂളിലോ കോളേജിലോ പോകുന്ന ഒരു കുട്ടി തൻ്റെ പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിക്കണം, അതാണ് ശരിയായ കാര്യവും. എന്നാൽ ആ സ്കൂളോ കോളേജോ ഫാക്ടറിയോ കഴിയുമ്പം നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പം ചിന്തിക്കാൻ കഴിയും. നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? മിക്ക സമയത്തും അതാണ് നിങ്ങളുടെ വിഗ്രഹം. അത് സ്പോർട്സ് ആകാം, അത് സംഗീതമാകാം. ഇങ്ങനെ ന്യായമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് പലപ്പോഴും ഗൗരവമുള്ളത്, ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനേക്കാൾ. കാരണം അത് വിഗ്രഹം പോലെ നിങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് എനിക്കും ദൈവത്തിനും ഇടയിൽ വരുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ വിട്ട് പിരിയുന്നതാണ്. ഞാൻ അതിന് നേരെ പുറം തിരിയുന്നതാണ്. മാനസാന്തരം മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മിലിറ്ററിയിലുള്ള എബൌട്ട് ടേൺ ആണ്. അവിടെ അവൻ 180 ഡിഗ്രിയിൽ തിരിയുന്നു, അവൻ നിൽക്കുന്ന നിലയിൽ നിന്ന്. അതാണത്. എൻ്റെ പഴയ ജീവിതം അത് പാപത്തെ അനുഗമിക്കുന്നതായിരുന്നു. ഞാൻ അതിൽ നിന്ന് തിരിഞ്ഞു, ഞാൻ പാപത്തിന് പുറം തിരിഞ്ഞു, ദൈവം എൻ്റെ മുന്നിലായി. ഞാൻ പുറകെ തിരിയുന്നത് പാപത്തോട് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന എല്ലാറ്റിൽ നിന്നും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗികമായ മാനസാന്തരപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ എല്ലാറ്റിൽ നിന്നുമല്ല. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ മാനസാന്തരം ഭാഗികമാണ്. നിങ്ങൾ അനുഭവിച്ച സുവിശേഷവും അതുപോലെ ഭാഗികമായിരിക്കും. ഉദാഹരണത്തിന്, എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്ക് പോകണം. ഞാൻ ബാംഗ്ലൂരിൽ നേരെ എൻ്റെ പുറം തിരിഞ്ഞു. ഞാൻ ബോംബെക്ക് നേരെ 180 ഡിഗ്രി തിരിയുന്നില്ലെങ്കിൽ ഞാനൊരു പക്ഷെങ്കിൽ 135 ഡിഗ്രി ഞാൻ ഗോവയിൽ ചെന്നെത്തും, ബോംബെയിലല്ല. അനേക ക്രിസ്ത്യാനികളും എത്തുന്നത് അവരെത്തേണ്ടിടത്തല്ല. കാരണം അവർ പാപത്തിൽ നിന്ന് 180 ഡിഗ്രി തിരിഞ്ഞവരല്ല. അവർ തിരിഞ്ഞു, എന്നാൽ പൂർണ്ണമായിട്ടല്ല. ഇതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാത്തത്. അവരുടെ മാനസാന്തരം അത് പൂർണ്ണമല്ല. അവരുടെ ജീവിതത്തിൽ പാവമെന്നറിയാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ തിരിഞ്ഞിട്ടില്ല. മാനസാന്തരത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാം. മാനസാന്തരം നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോൾ നിങ്ങൾ ഒരിക്കലായി ചെയ്ത ഒരു കാര്യമല്ല. അത് തുടർമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്ന എല്ലാ പാപത്തിൽ നിന്നും. കാരണം നാം ക്രിസ്തീയ ജീവിതത്തിൽ വളരുമ്പോൾ നാം പുതിയ പുതിയ പാപങ്ങൾ കണ്ടെത്തും. അത് മുമ്പ് പാപമാണെന്ന് പോലും നാം ചിന്തിച്ചതല്ല. കഴിഞ്ഞ 25-30 വർഷമായിട്ട് ഞാൻ കണ്ടെത്തിയ കാര്യമാണ്. ഞാൻ എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ പാപം. എന്തു പാപമാണത്? വേദപുസ്തകത്തിൽ പാപത്തിൻ്റെ പല നിർവചനങ്ങളുണ്ട്. ചിലത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം. ഇവിടെ പറയുന്നു, പാപം എന്നത് അധർമ്മം തന്നെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ തെറ്റിക്കുന്നതാണ്. പാപമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഇത് പാപമാണെന്ന് നിങ്ങൾക്കറിയാം, എങ്കിലും ചെയ്യുന്നു. അത് പാപമാണ്. ഈ പാപം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ഒരു പാപമാണ്.
വേറൊരു തരം പാവമുണ്ട്, അനേകരും അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. അത് നിങ്ങൾ ചെയ്യാത്തതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. അത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്നു. ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 17. ഒരാൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, എങ്കിലും ചെയ്യുന്നില്ല. അത് പാപമാണ്. നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ നാം വായിക്കുന്ന മുറിവേറ്റ് കിടന്ന ആ മനുഷ്യൻ്റെ സമീപത്തൂടെ കടന്നുപോയ ആ പുരോഹിതനും ലേവ്യനും, അവരെന്താ ചെയ്തത്? എന്തായിരുന്നു അവരുടെ പാപം? അവരവനെ തൊഴിച്ചില്ല, അവരവനെ തുപ്പിയില്ല, അവരൊരു മോശപ്പെട്ട പേരും അവനെ വിളിച്ചില്ല. അവരവനെ കണ്ടില്ലെന്ന് നടിച്ച് റോഡിൻ്റെ മറുസൈഡിൽ കൂടെ പോയി. അവർ പാപം ചെയ്തു. അതാണ് ചെയ്യാത്ത പാപം. അവരവനെ തൊഴിക്കുകയോ മോശം വാക്ക് പറയുകയോ ചെയ്തെങ്കിൽ അവർ ചെയ്ത തെറ്റായിരുന്നത്. അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം അവർ ചെയ്യാതിരുന്നു, അവനെ സഹായിക്കുക. നിങ്ങൾക്കറിയുമോ, ഒത്തിരി ചെയ്യാതെ പോയ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഉണ്ടാവില്ല. സാധാരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്തു പോയ പാപത്തെയാണ്. കർത്താവെ ഞാൻ ഇത് ചെയ്തു, കർത്താവെ ഞാൻ അത് ചെയ്തു, അല്ലെങ്കിൽ മറ്റേ കാര്യം ഞാൻ ചെയ്തു പോയി. നിങ്ങളെ ഇതുപോലെ ഒരു സാഹചര്യം നിങ്ങളുടെ കർത്താവിനോട് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കർത്താവെ ഞാൻ അവനെ സഹായിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ ചെയ്തില്ല. ഞാൻ അവിടെ ദയാപൂർവം സംസാരിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. കർത്താവെ എന്നോട് ക്ഷമിക്കണേ. അവിടെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ വേദപുസ്തകം വായിക്കുന്നതിലൂടെ അങ്ങോട്ട് കൂട്ടായ്മ കൂടേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ അത് അന്വേഷിച്ചില്ല. നാം ചെയ്തു പോയ ഒത്തിരി പാപങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പം നമുക്ക് അതിനെക്കുറിച്ച് വെളിച്ചം കിട്ടുന്നു. നമുക്കതിനെക്കുറിച്ച് വെളിച്ചം കിട്ടുമ്പം നമുക്കതിൽ നിന്ന് തിരിയാൻ കഴിയും. നാം ദൈവത്തോട് അടുത്ത് വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ നമുക്ക് വെളിച്ചം കിട്ടും. എന്താണ് പാപമെന്നും എന്ത് പാപമല്ലെന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പുതിയ മേഖലകൾ നമ്മൾ കണ്ടെത്തുമ്പം നാം അതിൽ നിന്ന് തിരിയും. അടുത്ത കൊല്ലം എൻ്റെ ജീവിതത്തിലുള്ള പാപത്തിൻ്റെ പുതിയ മേഖലയെക്കുറിച്ച് എനിക്ക് വെളിച്ചം കിട്ടുന്നു. ഞാൻ അതിൽ നിന്ന് മാനസാന്തരപ്പെടുന്നു. അങ്ങനെ ഞാൻ കർത്താവിനോടുകൂടി നടക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ഒരു മാനസാന്തരപ്പെടുക, തിരിയുക പാപമാണെന്ന് ഞാൻ കണ്ടെത്തുന്ന പുതിയ മേഖലകളിൽ നിന്നും. അതുകൊണ്ട് എന്ത് ആണ് പാപത്തിൻ്റെ യഥാർത്ഥ നിർവചനം? നാം ഇവിടെ രണ്ട് കാര്യം കണ്ടു. കൽപ്പന ലംഘിക്കുന്നത്, ദൈവം വരച്ച വരയ്ക്ക് വെളിയിലേക്ക് പോകുന്നത്. അടുത്തത് ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നാം വരാത്തതാണ്. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത്. നമുക്കിപ്പോൾ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടെത്തിയ പാപത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല നിർവചനം റോമാലേഖനം 23-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സിന് കുറവുള്ളവനായിരിക്കുക. അതിനർത്ഥം ദൈവത്തിൻ്റെ നിലവാരം 100%, ഞാനതിൻ്റെ താഴെയാകുന്നു. അതിൻ്റെ താഴെ വരുന്നതെല്ലാം പാപമാണ്. എന്താണ് ദൈവ തേജസ്സിൻ്റെ നിർവചനം? യോഹന്നാൻ 1:14 പറയുന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് ഏകജാതൻ്റെ തേജസ്സായി കണ്ടു, കൃപയും സത്യവും നിറഞ്ഞതായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ കണ്ടു. ഞാൻ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നു എന്താണ് വിശുദ്ധിയെന്ന്. അതിൽ നിന്ന് കുറവുള്ളതെല്ലാം, ആ ആത്മാവിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം അത് പാപമാണ്. അത് ദൈവ തേജസ്സിൽ കുറഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് പാപത്തിൻ്റെ ഒരു നിർവചനം കിട്ടി. ക്രിസ്തുവിനോട് ചേരാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ അതെന്താണെന്ന് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരും. ഞാനത് കാണുമ്പം ഞാൻ അതിൽ നിന്ന് തിരിയും. ഞാൻ പറയും, കർത്താവ് എനിക്ക് ഇതിനെ പോലെ ആകണം. അതാണ് മാനസാന്തരം. ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തിയെന്നല്ല, ഒരു പക്ഷേ 10 കൊല്ലം എടുത്തെന്ന് വരാം. എന്നാൽ ഞാൻ തുടങ്ങി, ഞാൻ തിരിഞ്ഞു, ഞാൻ പറഞ്ഞു, യേശു കർത്താവേ, ഞാൻ നിന്നിലേക്ക് തിരിയുന്നു. അതാണ് മാനസാന്തരം. അപ്പോൾ നമ്മുടെ വിശ്വാസം പ്രയോജനമുള്ളതാവും. അത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോൾ
നാം ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.